Hello friends, I'm Sri Kutti Arun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ ബനാനയും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനെ ചോക്ലേറ്റ് ബനാന കേക്ക് എന്നോ അല്ലെങ്കിൽ ബ്രെഡ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പഴം ചേർത്ത് കൊടുക്കാം. ഇനി പഴമെല്ലാം നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. 4 റോബസ്റ്റ പഴല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പച്ച കളറിലെ ആ പഴം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ പഴമാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ നല്ല പോലെ പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ രുചി കൂടും കേട്ടോ. ഇതായിപ്പോൾ എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് യോജിക്കട്ടെ. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കുറവ് മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇതൊരു മീഡിയം മധുരം ഉണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാനൊരു 1/3 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ 240 ml കപ്പാണ് കേട്ടോ ഈ കേക്കിൻ്റെ എല്ലാതും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടറും വാനില എസൻസും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ ഇല്ലേ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പൊടിയായിട്ട് വരുന്നത്, അത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് അരിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത എല്ലാ പൊടികളും ആ പഴത്തിൻ്റെ മിക്സും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് നട്ട്സാണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വാൾനട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്നും ചേർത്ത് കൊടുക്കാതെയും കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നട്ട്സ് മാത്രം അല്ലെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിന്ന് എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ള ടിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ഞാൻ ജസ്റ്റ് ബട്ടർ പറ്റിയിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ബട്ടർ പറ്റിയിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ കേക്ക് മിക്സ് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചിപ്പും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഭംഗി കൂടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ചേർത്ത് കൊടുക്കാതെയായിരുന്നു ഇത് കൂടുതൽ കാണാൻ ഭംഗി. ഇനി ഇതിൻ്റെ മേലെ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ നോർമൽ ഒരു വലിയ പാത്രത്തിലോ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓവനിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് സെൽഷ്യസിലാവുമ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്. ഇതപ്പോൾ നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ കേക്കിൻ്റെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതപ്പോൾ ഇത് കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഈ മേലെ വന്നിട്ടുള്ള വരയൊക്കെ നോർമലാണ്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് ടിന്നിൽ നിന്ന് ഈ കേക്ക് ഒന്ന് എടുത്ത് മാറ്റാം. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കേക്ക് മുറിക്കാം. അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ പോലുമില്ല കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുറിക്കാൻ പോവാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പഴം ചോക്ലേറ്റ് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ കേക്ക് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കേക്കിന്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.